കഴിഞ്ഞ ദിവസം നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഏറ്റവും ആദ്യത്തെ ഒരു ഒഫീഷ്യൽ പരിപാടി, ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ജന്തർ മന്ദറിൽ വെച്ച് നടന്നിരുന്നു. അപ്പോൾ ആ ജന്തർ മന്ദറിൽ വെച്ച് നടന്നതിൽ നമുക്കെല്ലാം കൃത്യമായിട്ട് അറിയാവുന്നത് പോലെ 2,20,00,000 ഫോളോവേഴ്സാണ് അവർക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ളത്. അല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലെ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ നിരത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെയും വളരെ കുറച്ച് ആളുകൾ മാത്രമേ അതിൽ പങ്കെടുത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അവരുടെ ഫോളോവേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ വിചാരിച്ചത്രയും ആളുകൾ അതിനകത്ത് പങ്കെടുത്തില്ല. കേവലം ഒരു 1,500-2,000 പേര് മാത്രമേ അവിടെ പങ്കെടുത്തുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിൽ പോലും അതിന് ചില കാരണങ്ങളുണ്ട് എന്നുള്ളത് വിശദീകരിക്കാതെ വയ്യ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് 7 ദിവസം മുമ്പേ ആ ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നും അനുമതി തേടേണ്ടതാണ്. പക്ഷേ അങ്ങനെ അനുമതി തേടിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് രാവിലെയാണ് അവർ അനുമതി തേടിയത്. പക്ഷേ BJPയും അതുപോലെ തന്നെ NDAയും ഒക്കെ ഒന്ന് ഭയന്നിരുന്നത് കൊണ്ടിട്ട് വളരെ കൃത്യമായ ഒരു സ്റ്റെപ്പ് അവർ പുറകോട്ട് വെച്ചു. കാരണം അവർ അനുമതി കൊടുത്തു അന്ന് രാവിലെ തന്നെ. കൂടാതെ അഭിജിത്ത് ദിഗ്വെ എന്ന് പറയുന്ന അതിൻ്റെ ഫൗണ്ടർ, അദ്ദേഹം അന്ന് രാവിലെയാണ് US നിന്ന് ഡൽഹിയിലെത്തിയത്. അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് നിരവധി ആളുകൾ ചെന്നിരുന്നു. കുറേ മാധ്യമങ്ങളൊക്കെ തന്നെ ചെന്നിരുന്നു. പക്ഷേ നാഷണൽ മാധ്യമങ്ങളൊന്നും ഉണ്ടായില്ല. അതിൻ്റെ കാരണങ്ങളിലേക്ക് വരാം. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഇന്നപ്പോൾ അദ്ദേഹം ചിലപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന് പറയുന്ന ആശങ്കയും ഈ പരിപാടി നടത്താൻ ഭരണകൂടം അനുവദിക്കുമോ എന്ന് പറയുന്ന ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിരവധി ആളുകൾ കുറഞ്ഞിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ 1,500 പേരെന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റിൽ നിന്നുമല്ല, വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരുടെ ഒരു സംഘമായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. കൂടാതെ അവർക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള ആളുകളായിരുന്നു എന്നുള്ളതൊക്കെ തന്നെ അറിയണം. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് എഴുതിത്തള്ളാറായിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ ഇനി അവർ ഫർദർ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇന്ത്യയിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതിന് കാത്തിരിക്കേണ്ട ഒരു കാര്യം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മാധ്യമങ്ങളൊക്കെ തന്നെ ഭയന്നുകൊണ്ട്, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ചില അറ്റംപ്റ്റുകൾ ഈ സമരത്തിനെതിരെ ഉണ്ടായിരുന്നു, ഈ പ്രൊട്ടസ്റ്റിനെതിരെ ഉണ്ടായിരുന്നു. അതിലൊന്നാമത്തേത് കൃത്യമായിട്ട് അദാനിയുടെയും അംബാനിയുടെയൊക്കെ കീഴിലുള്ള മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങളുടെ ലൈസൻസ് കട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവർ ആവശ്യമായിട്ട് ഉന്നയിച്ചത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഓർക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയില്ല. കാരണം അവരൊക്കെ തന്നെ അവഗണിച്ചു. കൂടാതെ ഏതാണ്ട് നാഷണൽ മീഡിയകൾ പരിപൂർണമായും തന്നെ ഇവരെല്ലാവരെയും തന്നെ അവഗണിച്ചു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ അവഗണിച്ചു. അതിനുശേഷം യഥാർത്ഥത്തിൽ ഇവരെ ഒന്ന് ഇല്ലാതാക്കാമെന്ന് ശ്രമിച്ചു. പക്ഷേ ആയിരക്കണക്കിന് റീലുകളും ഷോർട്സുകളുമായി ഇത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ നിറഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കൂടാതെ പ്രാദേശിക ചാനലുകളൊക്കെ തന്നെ ഈ വാർത്തകളും അതുപോലെ തന്നെ അഭിജിത്ത് ദിഗ്വെയുടെ പ്രസംഗവുമൊക്കെ തന്നെ കൃത്യമായിട്ട് കൊടുത്തു. ആ പ്രസംഗമൊക്കെ തന്നെ വളരെ വലിയ നല്ലൊരു ഒറേറ്ററാണ് എന്നുള്ളതൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം, അവർ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടിയാണ് നീങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒന്ന് അവർ പൂക്കൾ കൊടുക്കാൻ തീരുമാനിച്ചു. അതുപോലെ യാതൊരുവിധ പ്രകോപനവും ഉണ്ടാക്കേണ്ട എന്നുള്ളത് തീരുമാനിച്ചു. രാവിലെ 11 മണി മുതൽ ഏതാണ്ട് 3 മണി വരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. 5 മണി വരെയോളം ആ പ്രവർത്തകരൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം സോനം വാങ്ചുക് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇനി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമെന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും ഘടകങ്ങൾ രൂപീകരിക്കാനും ആ സംസ്ഥാന ഘടകങ്ങൾ രൂപീകരിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലും തന്നെ ഘടകങ്ങൾ രൂപീകരിക്കാനാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഘടകങ്ങൾ രൂപീകരിക്കാൻ പോകുന്നതിനെ BJP കൃത്യമായി ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് BJP ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ തന്നെ ഇവരുടെ ഇത് കവർ ചെയ്യേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുത്തത് ഗവൺമെൻറ് ഇതിനെ ഭയക്കുന്നു എന്നുള്ളതാണ്. ഡൽഹിയിൽ തന്നെ താമസിക്കുന്ന നിരവധി പേരുമായി സംസാരിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, സാധാരണ ജന്തർ മന്ദറിലൊക്കെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ സാധാരണ കുറച്ച് പോലീസുകാരെയൊക്കെ നിയമിക്കുമെന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇത് പോലീസുകാരെയും അർദ്ധ സൈനികരും അടക്കമുള്ള ആളുകൾ ഡൽഹി മുഴുവൻ ഏതാണ്ട് കൈയടക്കിയിരുന്നു. കൂടാതെ നിരവധി JNUവിൽ നിന്നൊക്കെ അടക്കം വരുന്ന നിരവധി പ്രവർത്തകരെ, അവർ ഒറ്റക്കായി വരരുത് കൂട്ടായി വരണമെന്ന് തോന്നുന്നു, അങ്ങനെ കൂട്ടായി വന്നിട്ടുള്ള പ്രവർത്തകരെയൊക്കെ പല സ്ഥലങ്ങളിലും തടയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. കൂടാതെ നമുക്കറിയാം ചില പ്രോ സംഘപരിവാര സംഘടനകളൊക്കെ തന്നെ അവരുടെ ഇടയിലോട്ട് വന്ന് ഇത് ആസാദി എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിക്കരുത്, അതുപോലെ തന്നെ ഈ പറയുന്ന നിങ്ങൾ മറ്റു മുദ്രാവാക്യങ്ങളൊന്നും, അതായത് RSS ആയിട്ടുള്ള BJP ആയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അക്രമാസക്തരാകാനുള്ള ശ്രമമൊക്കെ, അക്രമത്തിലേക്ക് കടക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. പക്ഷെ അവിടെയും വളരെ സംയമനത്തോടെ പ്രവർത്തകർ ഇതിനെല്ലാം തന്നെ നേരിട്ടു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഭരണകൂടം വളരെ കൃത്യമായി ഇതിനെ ഭയക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ എക്സാമ്പിൾ മീഡിയകൾ, നാഷണൽ മീഡിയകൾ ഒന്നാകെ തന്നെ ഇതിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചതും, രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്ന അസാധാരണമായി ബന്ധമുള്ള
ഒരു പോലീസിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഇവരായിട്ട് ഒരു തരത്തിലുമുള്ള പ്രശ്നത്തിൽ നിൽക്കണ്ടായിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അനുമതി കൊടുക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ റീച്ച് അവർക്ക് ഇന്ത്യയിൽ കിട്ടുമെന്നും അതുകൊണ്ട് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനും തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് അന്ന് രാവിലെ തന്നെ അനുമതി കൊടുക്കുകയും പ്രൊട്ടസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ നമുക്കറിയാം സോനം വാങ്ചുക് പോലെയുള്ള കുറച്ച് ആളുകൾ അവിടെ എത്തിയിരുന്നു, ആനി രാജയെ പോലെയുള്ള കുറച്ച് ആളുകൾ എത്തിയിരുന്നു. കൂടാതെ ഐസയുടെയും അതുപോലെ തന്നെ SFIയുടെയും അതുപോലെയൊക്കെ ചില പ്രവർത്തകരും AISFിൻ്റെയൊക്കെ ചില പ്രവർത്തകരൊക്കെ അവിടെ തന്നെ എത്തിയിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അഭിജിത്ത് ദിക്വെ ഇനി ഇന്ത്യയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ ഒരു വലിയ ടീം കൂടി, ഏതാണ്ട് 25, 30, 40 പേരുടെ ഒരു വലിയ ടീം കൂടി ചേർന്നിരിക്കുന്നു. ആ ടീം കൂടി ചേർന്നുകൊണ്ട് ഇന്ത്യയിലെമ്പാടും ഓരോ സ്റ്റേറ്റ് കമ്മിറ്റികൾ തുടങ്ങാനും ബ്രാഞ്ചുകൾ തുടങ്ങാനും അതിലുള്ള ഓരോ പ്രവർത്തകർ രൂപീകരിക്കാനും അടിയന്തിരമായി ഒരു 2 മാസങ്ങൾ കൊണ്ട് തന്നെ ഒരു സംഘടനകൾ രൂപീകരിക്കാനും ഒക്കെ തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സംഘടനകൾ രൂപീകരിക്കുകയും എത്രത്തോളം കൃത്യമായി ഒരു പാർട്ടി മെഷീനറി വർക്ക് ചെയ്യുകയും ഗ്രൗണ്ടിൽ നിന്ന് ആളുകളെ കണ്ടെത്താൻ തുടങ്ങുകയും ചെയ്യും എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഇനി അടുത്ത സമരങ്ങളിലേക്ക് പോവുക. അതിന് ഒരാഴ്ച കഴിയുമ്പോൾ ഈ സമരങ്ങൾക്ക് തുടർച്ചയുണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ തുടർച്ചയിൽ നിന്ന് വേണം യഥാർത്ഥത്തിൽ അഭിജിത്ത് ദിക്വെയും അതുപോലെ കോക്രോച്ച് ജനതാ പാർട്ടിയും ഇന്ത്യയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത് കാത്തിരിക്കേണ്ട ഒരു കാര്യം. നിരവധി ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള ആളുകളൊക്കെ ഇതിനോട് ഇപ്പോൾ വിയോജിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം അപ്പോൾ അവർക്കടക്കം മനസ്സിലായ ഒരു കാര്യം, സ്വന്തം കാൽക്കീഴിലെ മണ്ണ് പോലും ഇവർ അടർത്തിക്കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾ വളരെ നിഷ്ക്രിയരായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഈ പറയുന്ന പോലെ അതിലെപ്പോലും ആളുകൾ അസ്വസ്ഥരാണ്. അപ്പോൾ അവരടക്കമുള്ള ആളുകൾ ഇതിലേക്ക് പോകുമോ എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിൻ്റെ 22 ലക്ഷത്തോളം വരുന്ന കുട്ടികൾ, അവരിൽ ഏതാണ്ട് 12-ലധികം പേർ 12ഓളം പേർ ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CBSE പരീക്ഷ എഴുതിയിട്ടുള്ള മറ്റൊരു 17 ലക്ഷത്തോളം കുട്ടികൾ, ഇങ്ങനെ ഏതാണ്ട് ഒരു 50 ലക്ഷത്തിലധികം കുട്ടികളുടെ ഭാവി തുലാസിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ അവർ ഉയർത്തുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു അർബൻ മിഡിൽ ക്ലാസ്സിനെ വളരെ വലിയ തോതിൽ സ്വാധീനിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. BJPയോട് പോലും അടുപ്പമുണ്ടായിരുന്ന അർബൻ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളും BJPയുടെ ലോക്കൽ നേതാക്കൾക്ക് പോലും ഇതിനകത്ത് വലിയ അസംതൃപ്തിയുണ്ട്. അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ അടുത്ത ഒരു റീഷഫ്ലിംഗ് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിസഭയുമായിട്ട് ഉണ്ടാവുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനും മതി. ഇതിനും അപ്പുറത്തേക്ക് ഇനി കോക്രോച്ച് ജനതാ പാർട്ടി എന്തൊക്കെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കും, അവരുടെ സംഘടനയുടെ ബലം എന്തായിരിക്കും, ഗ്രൗണ്ടിൽ വരെ അവർ കൃത്യമായിട്ട് പോരാട്ടങ്ങളുമായി നിറയുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് ഒരാഴ്ചയ്ക്ക് ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നും തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നാണ് അഭിജിത്ത് ദിക്വെ പറഞ്ഞേക്കുന്നത്. നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. സംഘടനാ സംവിധാനത്തെ കൃത്യമായി അവർ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതും അതിനെ മോട്ടിവേറ്റ് ചെയ്യാനും അതിനെ ഇൻസ്പയർ ചെയ്യാനും ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരു 10-100 ദിവസം ഒരു സമരം നടത്തുക എന്ന് പറയുന്നത്, അതിൻ്റെ പിന്നിൽ വലിയ ഓർഗനൈസേഷൻ വേണം, വലിയ തോതിലുള്ള തയ്യാറെടുപ്പുകൾ വേണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവർക്ക് കഴിയുമോ എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും ഇന്ത്യയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് അറിയുക. ഒരു കാര്യം ഉറപ്പാണ്, ഏറ്റവും ആദ്യത്തെ ലോഞ്ച്, നമ്മൾ ബിസിനസ്സിലൊക്കെ ഒരു ലോഞ്ച് എന്ന് പറയും, ആ ലോഞ്ച് അതിഗംഭീരമാണ്, അതിൻ്റെ ഐഡിയയും ഗംഭീരമാണ്. ആദ്യത്തെ നടത്തിയ പരിപാടിയിൽ ആളുകളില്ല എന്നുള്ളതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഗ്രേറ്റ തുൻബർഗൊക്കെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട്, പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ പുറത്ത് സമരം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഒറ്റക്കായിരുന്നു എന്ന് ആലോചിക്കണം. അണ്ണാ ഹസാരെ ഏറ്റവും ആദ്യമേ തന്നെ സമരം തുടങ്ങിയപ്പോഴൊക്കെ തന്നെ വളരെ കുറച്ച് പേര് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മാധ്യമങ്ങളിൽ കൊടുത്ത ഹൈപ്പിൻ്റെയും RSSൻ്റെയൊക്കെ ബാക്കപ്പിൻ്റെയും അടിസ്ഥാനത്തിലാണ് പിന്നെ അവിടെ ആളുകൾ വന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഘടന ഉണ്ടാക്കാനും സമാന മനസ്കരായിട്ടുള്ള വലിയ സാമൂഹ്യ പ്രവർത്തകർ, ഇപ്പോൾ സോനം വാങ്ചുക്കിനെ പോലെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയിലെ നേതാക്കളെ പോലെ നിരവധി ആളുകൾ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന നേതാക്കളെ പോലെ നിരവധി ആളുകളെ കണ്ടെത്താനും അവരുടെയൊക്കെ ഒരു അനുഗ്രഹത്തോടുകൂടി പദ്ധതികൾ തുടങ്ങാനുമാണ് പ്ലാനെങ്കിൽ ഉറപ്പായും ഇന്ത്യയിൽ ഒരു മാറ്റമുണ്ടാക്കാൻ സാധിച്ചേക്കാം. ഇതാണ് അവരെ സംബന്ധിച്ച് ഇനി കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരുടെ അടുത്ത പ്രവർത്തനങ്ങളാണ്.